നമസ്കാരം കൂട്ടുകാരെ. നമുക്കിന്ന് ഈ ട്രക്കിൻ്റെ ഒരു ജാൻകാരി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കുന്ന സിസ്റ്റവും അതിൻ്റെ ഫങ്ഷനൊക്കെ ഒന്ന് നോക്കിയാലോ. അത് ട്രോളിയാണ്. ഭാഗത്ത് കയറി അതിൻ്റെ സിസ്റ്റമൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ സീറ്റിൻ്റെ ഫങ്ഷനൊക്കെ കണ്ടോ. അപ്പോൾ സീറ്റ് നോക്കാം. നമുക്കിതിൻ്റെ ബാലൻസ് ചെയ്യണമെങ്കിൽ വേണ്ടേ, സീറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഇതിനെ പിന്നെ സീറ്റിനെ നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഈ സിസ്റ്റം ഉപയോഗിക്കാം. ഓക്കെ, ഇത് റിനോൾഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേണ്ട സ്റ്റിയറിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഓട്ടോമാറ്റിക്കാണ് വാഹനം. ഡോറിൻ്റെ സിസ്റ്റമൊക്കെ നല്ല പോളി സിസ്റ്റമാണ്. ഇത് ലോക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ പവർ വിൻഡോ കാര്യങ്ങളിവിടെ. സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, ക്യാബിനകത്ത് സ്പേസ് ഒത്തിരി ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. ക്യാബിനൊക്കെ നല്ല സ്പേസാണ്. റൂഫുണ്ട്. പിന്നെ ഇവിടെ വെക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗിയറിലോട്ട് കിടക്കാം. ഇതിൻ്റെ കീ ഒക്കെ റിമോട്ട് സിസ്റ്റമാണ് എല്ലാം. നമുക്ക് ഗ്ലാസ്സൊക്കെ ഇതുവഴി ഓപ്പൺ ചെയ്യാം. സൈഡ് ഗ്ലാസ് ഇതാണ്ട് ഇപ്പം സൈഡ് ഗ്ലാസ്സൊക്കെ തുറന്ന് കിടക്കുകയാണല്ലോ രണ്ട് സൈഡും. അപ്പോൾ നമുക്ക് റിമോട്ട് വഴി ഇവനെ ഫങ്ഷൻ ചെയ്യിക്കാം. കണ്ടു, വണ്ടിയിൽ ലോക്കാകും. ഇത് ഞെക്കിയാൽ മതി. കണ്ടു, ഇത് ഞെക്കി കഴിഞ്ഞാൽ സൈഡ് ഗ്ലാസ് എല്ലാം രണ്ട് സൈഡ് ക്ലോസ് ആയി. ഗ്ലാസ് അപ്പായതിനു ശേഷം തന്നെ വണ്ടി ലോക്കായി. ഇതും ഡൗൺ ആയി. പിന്നെ നമ്മൾ വണ്ടി വല്ലതും പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടി നോക്കണമെങ്കിൽ പാർക്കിങ് ഇത് ഞെക്കിയാൽ മതി. ആ ലൈറ്റ് നമ്മുടെ വണ്ടിയുടെ എല്ലാ ലൈറ്റും കത്തും. പിന്നെ നമുക്ക് ഓൺ ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതാണ്ട് ഇവിടെ ചാവി ഈ ഭാഗത്ത്. ഓക്കെ, ഇപ്പോൾ ഇഗ്നിഷൻ ഓണാക്കി. വണ്ടി ന്യൂട്രൽ പൊസിഷനാണ്. ഇത്രയേ ഉള്ളൂ. ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഇവനെ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ പരിപാടി. സെയിം നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ചാവി ഇറക്കി വണ്ടി ഓഫ് ചെയ്യാൻ പറ്റും. ഗിയർ ലെവർ ഈ ഭാഗത്തേക്കാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കിൻ്റെ. ഇത് മുന്നോട്ടിട്ട ഡിയിലേക്ക് 12 ഗിയറിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ന്യൂട്രലാക്കണം ഇങ്ങനെ. അപ്പോൾ റിവേഴ്സ് ഇടണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടണം. ഇതാണ് ഗിയറിലിട്ടതിന് ശേഷമേ നമുക്കിവിടെ റിവേഴ്സിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് തിരിച്ചാൽ മതി. വണ്ടി ഇപ്പോൾ റിവേഴ്സായി. ഇതാണ് റിവേഴ്സ് ഗിയർ കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ന്യൂട്രലാക്കണമെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ തിരിക്കുക. വണ്ടി ഇപ്പം ന്യൂട്രലായി. ആദ്യമേ ഇത് ന്യൂട്രലാക്കിക്കൊണ്ട് റിവേഴ്സിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഇതാണ്ട് ഇവിടെ ന്യൂട്രലാക്കണം. ഇപ്പോൾ വണ്ടി വീണ്ടും ന്യൂട്രലാക്കി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഇതിൻ്റെ ഇഞ്ചൻ ബ്രേക്ക് ഈ ലിവറാണ് ഇതിൻ്റെ ഇഞ്ചൻ ബ്രേക്ക്. നമുക്ക് ഇഞ്ചൻ ബ്രേക്ക് 3 പ്രാവശ്യം താഴോട്ടാക്കാം. ഇത്രയേ ഉള്ളൂ ഇഞ്ചൻ്റെ ബ്രേക്ക്. ഹെഡ്ലൈറ്റ് ഇതാണ്ട് ഈ ഭാഗത്തായിട്ട്. ഹെഡ്ലൈറ്റിനും പാർക്കൊക്കെ ലൈറ്റ് ഈ ഭാഗത്ത്. അതുപോലെ ഈ ലെഫ്റ്റിൽ കാണുന്ന ലിവറാണ്. ഇൻഡിക്കേറ്ററും വൈപ്പറും ഹോർണും ഒക്കെ ഈ ലിവറാണ്. ഈ വണ്ടി നമുക്ക് മാനുവലായിട്ട് ഓടിക്കണമെങ്കിൽ ഈ ലിവറിനെ ഏതാണ്ട് മേപ്പോട്ടാക്കിയാൽ മതി. ഇപ്പം മാനുവൽ സിസ്റ്റമായി. വണ്ടി മാനുവൽ നമുക്ക് ഓടിക്കാം. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മാനുവലാക്കിയിട്ട് ലിവർ ഇങ്ങനെ ആക്കിയാൽ മതി. ഗിയർ മാറും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഇവിടെ ഇതിൻ്റെ ഡീസൽ ഈ ഭാഗത്ത് എയർ. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ RPM. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇതേണ്ട ഈ ഭാഗത്തായിട്ട്. ഓക്കെ, ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് വേണം നമുക്കിവന് ഇങ്ങനെ ആക്കിയാൽ മതി. ഹാൻഡ് ബ്രേക്ക് റിലീസായി. ഓക്കെ, ഇടണമെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ ഹാൻഡ് ബ്രേക്കായി. അതുപോലെ കൂട്ടുകാരെ ഈ ക്രൂസിൻ്റെ സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടാക്കുക ഈ ഭാഗത്ത്. കണ്ട സ്പീഡ് മോഡ് ഈ ഗ്രീൻ ലൈറ്റ് വരണം. അതിനുശേഷം നമുക്കിപ്പോൾ 80 ഓടിക്കണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് അതാണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബട്ടണുണ്ട്. അത് ഞെക്കിയാൽ മതി. വണ്ടി അപ്പം ലോക്കാവും ഇവിടെ ഈ ഭാഗത്ത്. പിന്നെ നമുക്ക് 80 മാത്രം ഓടിച്ചാൽ മതി. ഇത് 80 വെച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് വെക്കുക. പിന്നെ റേസ് കൊടുത്താലും 80 മേപ്പോട്ട് പോകത്തില്ല. മാറ്റണമെങ്കിൽ പിന്നെ ഇങ്ങോട്ടാക്കണം. AC ഇടണമെങ്കിൽ തന്നെ നമുക്കിങ്ങനെ. ചൂട് വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ ഇങ്ങനെ. AC ആക്കണമെങ്കിൽ
ഇങ്ങനെ. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പം ടെമ്പറേച്ചർ കൂട്ടണേ ഇങ്ങനെ ചെയ്യുക, എ സിയിലേക്ക് വരുത്തണേ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഓട്ടോയിലാണെങ്കിൽ ഇവിടെ ഞെക്കാം, ഓട്ടോയിൽ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സിസ്റ്റം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ റൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ബട്ടൺ എവിടെയാണ്? അതാണ്ട് ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഞെക്കുക, ഡൗൺ ആക്കാം. ഇത് ഓപ്പൺ ചെയ്യാം. അത് ക്ലിയർ ആയല്ലോ. പിന്നെന്തോ കൂടെ ഇവിടെ കുറേ ഫങ്ഷൻ ഉണ്ട്, നമുക്കറിയാം പാഠം കാണുമ്പോൾ. ഇത് കയറ്റത്തൊക്കെ നമുക്ക് ഇവനെ ഓപ്പറേറ്റ് ചെയ്യാം, ഇവനെ. അതുപോലെ എന്തെങ്കിലും സ്ലിപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്. ഇവിടെ ഒരു ബട്ടണുണ്ട്. അത്യാവശ്യം നമുക്ക് സ്പീഡ് എടുക്കണം, ഓവർടേക്ക് ചെയ്യണം, ഈ ബട്ടൺ ഞെക്കിയാൽ മതി. നല്ല സ്പീഡിൽ വണ്ടി മുന്നോട്ട് കുതിക്കും. പിന്നെ മെയിനായിട്ട് പറഞ്ഞില്ല, സ്റ്റീരിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ദാണ്ട് ഇവിടെ കാണുന്നുണ്ട്, ഇവനെ താഴോട്ടാക്കുക. ഓക്കെ, താഴോട്ടാക്കിയിട്ട് നമ്മുടെ രീതിയിൽ വെക്കുക. അത് നമ്മൾ അമർത്തി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മേളിൽ ലോക്കാക്കിയാൽ മതി. പിന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ മേളത്ത് താണ്ട ആ മേളിൽ കൊടുത്തിട്ടുണ്ട് ഒരു പടം, അവിടെ ഞെക്കിയാൽ മതി, ലോക്കാവും സ്റ്റീറിങ്. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.